നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ പാരൻസിനൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ തലമുറയല്ല, ഈ ഒരു തലമുറയുടെ പാരൻസിനെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് തോനെ ആൾക്കാരും ജീവിച്ച് തീർക്കുന്നത്. ഇപ്പോൾ പാരൻസ് എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ഉമ്മമാരായിരിക്കും. മദേഴ്സിനെ നോക്കുകയാണെങ്കിൽ തോനെ അവർ രാവിലെ എണീക്കുന്നു, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ എടുത്ത് വെക്കലും, അങ്ങനെ അവരുടെ ഒരു ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ് ഇവർക്ക് തോനെ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ പെട്ടെന്നൊരു ദിവസം അവർ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടോ മറ്റൊരു സ്ഥലത്തോട്ട് മാറുന്ന സമയത്ത് ഇവർക്ക് വീട്ടിലൊരു ഒറ്റപ്പെട്ട ഒരു ഫീല് വരും. അല്ലെങ്കിൽ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നൊരു സാധനം ചെയ്യാനില്ലാത്തൊരു ഫീല് വരുന്ന സമയത്ത് കുറച്ചൊരു ഡൗൺ ആയി പോകാറുണ്ട്. ഈ ഒരു ടൈമിനെയാണ് നമ്മളൊരു എംപ്റ്റീനെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനെയാണ്. എൻ്റെ പേര് ഹർഷ ഫാത്തിമ, സൈക്കോളജിസ്റ്റ്, ഹെയ്ൽ ആൻഡ് ഹാപ്പിനെസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു എംപ്റ്റീനെസ് സിൻഡ്രത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കേസ് പറയാം. അതായത് ആള് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലേഡി ആയിരുന്നു. ആള് വന്നിട്ടുണ്ടായിരുന്നത് ആൾക്ക് തീരെയും വയ്യ, എപ്പോഴും കരച്ചിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഹസ്ബൻഡിനോടൊക്കെ വല്ലാണ്ട് ദേഷ്യം വരിക. അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നും ആയിരിക്കില്ല, ചെറിയ നിസാരപ്പെട്ട കാര്യത്തിന് പോലും വഴക്കിടാൻ തുടങ്ങുക. ഇപ്പോൾ റിലേറ്റീവ്സിനെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനാണെങ്കിലോ ഒന്നും ആൾക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു സോഷ്യൽ ഗ്യാതറിങ്സിലോട്ടൊന്നും ഇറങ്ങി ചെല്ലാൻ ഒന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ എല്ലാ സമയവും കുട്ടികളുടെ റൂമിൽ പോയിരിക്കുക, കരയുക, ഒരൊറ്റപ്പെട്ട ഫീലാണെന്നാണ് ആൾ പറയുന്നത്. ഫുഡും ഉറക്കവും ഒക്കെ ഇത് കാരണം വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പണ്ടൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പക്ഷെ ഇപ്പം അതൊന്നും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ആളുടെ ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളൊരു പകുതി മുക്കാൽ സമയവും ആളുടെ വർക്ക് ലൈഫുമായിട്ട് ബിസിയാണ്. അപ്പോൾ ഈ ഒരു ലേഡിയുടെ എന്ന് പറഞ്ഞാൽ ആളുടെ ലോകം ആളുടെ 2 കുട്ടികളാണ്. അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആൾ ജീവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. നല്ല കുട്ടികളുടെ കാര്യത്തിലൊക്കെ അത്രയും ശ്രദ്ധ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ആ ഒരു ലേഡി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ആളുടെ കുട്ടിയുടെ, അതായത് പെൺകുട്ടിയുടെ ആളായിരുന്നു മൂത്ത ആള്. അപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആള് താമസം മാറിയിട്ട് മറ്റൊരു ജില്ലയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊരു ഡിസ്റ്റൻസ് ആണ്, എപ്പോഴും അങ്ങനെ കാണാനൊന്നും പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ആൾ കുറച്ച് ഡൗൺ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത് ആളുടെ മകന് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകേണ്ടി വന്നു. അതോടെ ആയ സമയത്ത് ആൾക്ക് പറ്റ വയ്യാണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അന്ന്, അതായത് ഈ കുട്ടിയെ എന്നാണോ പോകാൻ വേണ്ടിയിട്ട് യാത്ര അയച്ച അന്ന് തന്നെ ആള് വീട്ടിൽ വന്നിട്ട് വൻ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ റൂമിൽ പോയിരിക്കുക, അവരുടെ പഴയ ഫോട്ടോസ് എടുത്ത് നോക്കുക, കരയുക, ഈ ഒരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉറക്കമൊക്കെ ഇപ്പോൾ പറ്റ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറങ്ങില്ല, രാത്രിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുട്ടികളെ കുറിച്ചിട്ട് ആലോചിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ആ ഒരു രീതിയിലുള്ള തോട്ടൊക്കെ വല്ലാതെ വന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇനിയിപ്പോൾ ഉറങ്ങിയാലും പെട്ടെന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഫുഡിൻ്റെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും തീരെയും താല്പര്യമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ആ ഒരു രീതിയിലുള്ള തോന്നലാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പോകുമ്പോഴും. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ വെറൈറ്റി റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ സാധാ നോർമലി ആൾക്ക് വേണ്ട ഒരു സാധനം കുക്ക് ചെയ്യാൻ പോലും ആൾക്കൊണ്ട് തീരെയും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്ക് മറ്റുള്ള വീടുകളിലാണെങ്കിലോ നെയ്ബേഴ്സിൻ്റെ വീട്ടിലാണെങ്കിലോ ആരോടും പോയി സംസാരിക്കാനൊന്നും തീരെയും താല്പര്യം വരുന്നില്ല. അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ നോക്കുകയാണെങ്കിലോ ആരെ പോയി കാണാനോ അല്ലെങ്കിൽ ചെറിയ ഫങ്ഷൻസ് വന്നാൽ അത് അറ്റൻഡ് ചെയ്യാനൊന്നും ആൾക്ക് പറ്റുന്നില്ല. ഈ ഇടയ്ക്കാണ് ആളുടെ ഹസ്ബൻഡ് ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ആൾ ഓക്കെ, മക്കൾ പോയതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ കാണും എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ആളുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ അത് നോട്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൾ നല്ല സെൻസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡും പറഞ്ഞിട്ടുള്ളത്.
പെട്ടെന്ന് ദേഷ്യം വരിക എന്നാണ് പറയുന്നത്. ഇപ്പോൾ അധികം പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കാണ്, പക്ഷേ ഇപ്പം എന്നോട് അതിനൊക്കെ ദേഷ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അവൾ എന്നുള്ള കാര്യമാണ് ഹസ്ബൻഡും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിനിപ്പോൾ ദേഷ്യപ്പെടാൻ മാത്രമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ലേഡിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്റ്റീനെസ് സിൻഡ്രോം ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അതായത് ഇതൊരു ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു ഡിസീസോ ഒന്നുമല്ല, ഇതൊരു ഇമോഷണൽ ചേഞ്ച് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതിപ്പോൾ മെയിനായിട്ട് പാരൻസിൻ്റെ ഇടയിലാണ് ഉണ്ടാവുക. അതായത് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ, ഇനി കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ വേറൊരു വീട്ടിലോട്ട് പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് കുട്ടികൾ മാറി താമസിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു മൂവ് ചെയ്യുന്ന ആ ഒരു സമയം അക്സെപ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പാരൻസിൻ്റെ ഇടയിൽ കാണുന്ന ചെറിയൊരു കണ്ടീഷനാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. മെയിനായിട്ട് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ലേഡിയുടെ കേസ് നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആൾ വല്ലാതെ സാഡാണ്, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ആള് ദിവസങ്ങൾ തള്ളി നീക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം, അതായത് ഒരു സിറ്റുവേഷന് ആൾക്ക് പെട്ടെന്ന് ഇറിറ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയ ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഇത് നമ്മുടെ സ്ലീപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കഴിക്കുന്ന അപ്പറ്റൈറ്റിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരത്തുമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ചിന്തകൾ ഇങ്ങനെ മനസ്സിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഫുഡ് നോക്കുകയാണെങ്കിലും ഒരു ഫുഡ് കഴിക്കാനും ആൾക്ക് താല്പര്യവും കാണില്ല. ചിലരിലൊക്കെ ഇത് നേരെ തിരിച്ചും കാണാറുണ്ട് റെയറായിട്ട്, അതായത് ഉറക്കം കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും ഫുഡ് ഓവറായിട്ട് കഴിച്ച് വരുന്ന ചില ആൾക്കാരെയും കാണാറുണ്ട്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കുറയുന്നതായിട്ട് ചില വ്യക്തികളിൽ കാണാറുണ്ട്. ഇപ്പോൾ ഈ ലേഡിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ആൾക്ക് പണ്ടൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതായത് പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ നോർമലി ഒരു കുക്ക് ചെയ്യാൻ പോലും ആൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടാണ് ഇവർ ഈ സോഷ്യൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് വീട്ടിൽ തന്നെ ഒന്ന് മാറിയിരിക്കുന്നതായിട്ടും ചില കേസുകളിൽ കാണാറുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒറ്റപ്പെട്ട് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ട്, കാരണം ആ അത്രയും കാലം എന്ന് പറയുന്നത് ആ വീട്ടിൽ ആ കുട്ടികളുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം അത് ഇല്ലാണ്ടാകുന്ന സമയത്ത് ഇവർക്ക് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയ പോലെയൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിലും തോന്നാറുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇവരെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇമോഷണലി വല്ലാണ്ട് ഡൗൺ ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാണ്ട് സങ്കടവും ഒരു ലോൺലിനെസ്സും ഒക്കെ ഒന്ന് ചിലപ്പോൾ ഒരു ഡിപ്രഷനിലോട്ട് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ആളൊരു 55 വയസ്സുള്ള ഒരാളായിരുന്നു. ആള് ഈ ഒരു വർക്ക് വീട് ഈ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് മോന് എന്ന് പറയുന്നതാണ് ആളുടെ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാവിലെ എണീച്ചിട്ട് വർക്കും പോകുന്നു, വർക്ക് കഴിഞ്ഞ് വന്നാൽ മോനുമായിട്ട് സംസാരിക്കാമല്ലോ അല്ലെങ്കിൽ മോനുമായിട്ട് പുറത്ത് പോകാമല്ലോ, ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ആൾ വർക്കിനിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിലുണ്ടാവും മോന്. എന്നിട്ട് അവർ രണ്ടുപേരും ഒന്ന് പുറത്തോട്ട് നടക്കാൻ പോവും, അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യും. മോനാണെങ്കിൽ മോൻ്റെ കാര്യങ്ങൾ പറയും, അച്ഛൻ്റെ കാര്യങ്ങൾ പറയും. സത്യം പറഞ്ഞാൽ അമ്മക്ക് അവിടെ ഒരു ഒറ്റപ്പെട്ട പോയ ഫീൽ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അമ്മ. പക്ഷേ അമ്മക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ അച്ഛന് ആ ഒരു മോനുമായിട്ട് അത്രയും കണക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം മോന് വർക്ക് ലൈഫിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകേണ്ടി വന്നു. പക്ഷേങ്കിൽ ആൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്കിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു ഒരു ഫീലായിരുന്നു. അതായത് വൈകുന്നേരം വീട്ടിലെത്തുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്ക് അറിയത്തില്ല. വീട്ടിൽ വന്നിട്ട് കരയുകയാണ് ചെയ്യുന്നത്, എനിക്കൊന്നിനും പറ്റുന്നില്ല, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മറ്റൊരു തലത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിസിക്കലി എഫക്റ്റ് ചെയ്യുന്നത് നേരത്തെ പറയുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചിലവരിലൊക്കെ ചില ഹെഡേക്ക് അല്ലെങ്കിൽ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് വരാറുമുണ്ട്.
ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിലോട്ട് എത്തുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു പാരൻസിന് മക്കളുടെ അവർ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാരേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടോ മക്കളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്താണ് നോർമലി പാരൻസിന് ഈ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നത്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി അവിടെ പോകുന്ന പോലെ ഇവർക്ക് തോന്നാറുണ്ട്. അവരെ തന്നെ ലേബൽ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു ഫാദർ അല്ലെങ്കിൽ മദർ എന്നുള്ളൊരു ലേബലായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവർക്ക് ഒരു ഡ്യൂട്ടി ഇല്ലാത്തതുപോലെ, അവർക്ക് അവരുടെ ലൈഫിൽ ഒരു റോൾ ഇല്ലാത്തതുപോലെ തോന്നും. ആ ഒരു തോന്നലുകൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലൂടെ പോകുന്നവരുണ്ടാവും. ഒന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലുണ്ടാവും. അല്ലെങ്കിൽ ഇനി എന്നെക്കൊണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല, ഇനി എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താ, ആ ഒരു രീതിയിലൂടെയൊക്കെ ചിന്തിച്ച് പോകുന്നവരുണ്ടാവും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുട്ടികളുമായിട്ട് വല്ലാണ്ട് ഇമോഷണലി ഡിപ്പെൻഡായി പോയിട്ടുള്ള പേരൻസ് ഉണ്ടാവും. അവർക്ക് വേറെ ലോകങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ കുട്ടികളാണ് ജീവിതം എന്ന് പറഞ്ഞിങ്ങനെ ജീവിച്ച് തീർക്കുന്നവരായിരിക്കും അവർ. ഒരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത്, മക്കൾ മാറി നിൽക്കുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഈ ഒരു കണ്ടീഷനിലോട്ട് എത്തുന്നവരെയും കാണാം. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുട്ടികളെ നോക്കി ഇങ്ങനെ ജീവിതം നയിച്ച് പോകുന്ന ഇവർക്ക് ചിലപ്പോൾ സോഷ്യലി അത്ര കണക്ഷൻസ് ഒന്നും ഉണ്ടായിന്ന് വരില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ആ ഒരു ക്ലോസ് കണക്ഷൻ ചിലപ്പോൾ ഒരു ടൈം ആയതിനു ശേഷം വിട്ടുപോയവരുണ്ടാവും, മെയിനായിട്ട് കുട്ടികളെ തന്നെ നോക്കിയിട്ട്. അപ്പോൾ ഈ ഒരു കുട്ടികൾ ഒരു ടൈമിന് ശേഷം മൂവായി പോയിട്ട് ഇവർക്ക് പിന്നെ ആരുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ ഇവർ പാർട്ട്ണറുടെ ഇടയിൽ നോക്കുകയാണെങ്കിലും ജീവിതത്തിൻ്റെ കുറേ കാലങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ ചിലരുടെ ഇടയിൽ ആ ഒരു കണക്ഷൻ അത്ര നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് എത്തിയതിന് ശേഷം ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആകെ ഒരു ഇതെന്ന് പറയുന്നത് ഈ കുട്ടികൾ മാത്രമായിട്ടും ഉണ്ടാവും. അതായത് കുട്ടികളുടെ കാര്യം സംസാരിക്കാം എന്നുള്ള രീതിയിൽ മാത്രം ഈ പാർട്ട്നേഴ്സ് സംസാരിച്ച് പോകുന്നതൊക്കെ ഉണ്ടാവും. അന്നപ്പോൾ ഈ ഒരു കുട്ടികൾ മൂവ് ചെയ്തു, അന്നപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനോ ഇല്ല, ചെയ്യാനോ ഇല്ല. ആ ഒരു പാർട്ട്നേഴ്സ് എന്നുള്ള നിലക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു കണക്ഷൻ്റെ വീക്ക് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടും നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തെ നമുക്കൊരു പരിധി വരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതായത് ആ ഒരു ടൈമിൽ നമ്മുടെ ഫീലിംഗ് എന്താണോ അത് നമ്മൾ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ കുട്ടികൾ ഒരു ടൈം ആയാൽ മൂവായി പോവും. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ആരോടാണ് നമ്മൾ കണക്റ്റ് ആയിട്ടിരിക്കുന്നത് അവരോടൊന്ന് നമ്മളൊന്ന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കൗൺസിലർ കാണുന്നതിലും തെറ്റൊന്നുമില്ല. മറ്റൊന്ന് ആക്റ്റീവായിട്ടിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുക. ഒന്ന് വൈകിട്ട് വാക്കിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കുറച്ച് ഡൗണായി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ടാണെങ്കിലും ചെയ്തു തുടങ്ങുന്നതൊക്കെ. മറ്റൊന്ന് ഇതുപോലത്തെ എന്തെങ്കിലും സോഷ്യൽ ഗ്യാതറിങ്സിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്മോൾ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാവത്തില്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തും മറ്റുമായിട്ട് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്നും മാറ്റാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും അവർ തമ്മിലുള്ള കണക്ഷൻ ഒന്നുകൂടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം ചില കപ്പിൾസിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻസ് ഒക്കെ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ അവരുടെ ജീവിതം അവർക്ക് ഒന്നുകൂടി തുടങ്ങാൻ പറ്റുന്ന ഒരു ടൈമൊക്കെയാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുക. കാരണം അവർക്ക് ആ ഒരു ടൈമിൽ അവർ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു ട്രസ്റ്റും കണക്ഷനും ഒക്കെ ഒന്നുകൂടി റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയമായിരിക്കും ഇത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടി നോക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ഈ പല പേരൻസും മക്കളെ നോക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ജീവിതം ജീവിച്ച് തീർത്തുങ്ങാൻ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും സമയം കണ്ടെത്താത്തവരായിരിക്കും. അന്നപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സമയത്ത് ശ്രമിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിലും മടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്